ഇന്നലെ ഇത് തരത്തിൽ ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ടൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ ഞാനും കണ്ടു. അത് സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി അവരുടെ ആരോപണവും അല്ലെങ്കിൽ അവരുടെ ആക്ഷേപവുമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ. വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം ഗവൺമെൻറ് ചെയ്യും. നിങ്ങൾ നിയമം പഠിച്ചിട്ടുള്ള ആളുകളും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണെന്ന് എൻ്റെ ധാരണ. ഏതെങ്കിലും ഒരാൾ ആരെപ്പറ്റിയെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ? അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ? സുപ്രീം കോടതിയിൽ എത്രയോ വിധികൾ, ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. പല കേസ് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടുണ്ട്. സുപ്രീം കോടതിയുടെ പല കാര്യത്തിലുള്ള വിധികൾ അത്തരത്തിൽ ഒരു കേസെടുത്താൽ ആ കേസ് നിലനിൽക്കില്ല എന്ന് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കാണോ ആരോപണം, ആർക്കെതിരെയാണോ അവർ പരാതി തരിക. ആ പരാതിന്മേൽ ആവശ്യമായ തീരുമാനം അത് ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് പരാതി തരുന്നതിന് ബുദ്ധിമുട്ടില്ല. പരാതി തന്നാൽ അത് നിയമാനുസൃതം ഇവിടെ സ്വീകരിക്കും. അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതൊക്കെ മന്ത്രി സംസാരിക്കേണ്ട കാര്യങ്ങൾ, മന്ത്രി എന്നൊരു ഔദ്യോഗികമായ കാര്യങ്ങൾ, അതൊക്കെ ചിലപ്പോൾ സംസാരിച്ചില്ലെന്നിരിക്കും. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ട്? അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തോളുക. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ അവസരങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് അദ്ദേഹം വഹിക്കുന്നത്. ഈ സ്ത്രീ ആരോപണം പരസ്യമായി മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കപ്പെടുമ്പോൾ ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്താം എന്നുള്ളൊരു വിഷയം സർക്കാരിന്റെ മുന്നിൽ ഇപ്പോൾ പരിഗണനയിലുണ്ട്. അദ്ദേഹം ആ ചുമതല നിർവഹിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ടത്. അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം CPIM എന്ന് പറഞ്ഞൊരു പാർട്ടി പരിശോധിക്കാതിരിക്കില്ലല്ലോ. ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞത്. പരസ്യമായി ഒരാളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, നിയമത്തിൻ്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംദിഗ്ധമായി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ കാര്യത്തിനൊന്നും സംശയം വേണ്ട. ഈ ഗവൺമെൻറ് ഈ കേരളത്തിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും അതിക്രമങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ടായ ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, ആവശ്യമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിനെ സമീപിച്ചപ്പോൾ ഹേമ കമ്മിറ്റി നിയോഗിച്ചതിൻ്റെ ഭാഗമാണ്. ആ നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്മേൽ പല കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. അവർ നിർദ്ദേശിച്ച 24 കാര്യങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും? ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ട്രിബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിയമപരമായി നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി ചെയ്യാൻ കഴിയും. രാഷ്ട്രപതിയുടെ വരെ അംഗീകാരം വേണ്ട പ്രശ്നങ്ങളാണ്. അതെല്ലാം നോക്കി എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം കൈകാര്യം ചെയ്യും. പല കാര്യങ്ങളും നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞു. പിന്നെ ഒരു കമ്മിറ്റി വന്നു. ഇപ്പോൾ ഇന്നലെ അമ്മയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഞാൻ മന്ത്രിയായതിനു ശേഷം അവരുമായിട്ട് സംസാരിച്ച കാര്യം ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ. എൻ്റെ അർത്ഥം എന്താ? അന്ന് ശരിയാണ്, അമ്മയുടെ ഭാരവാഹികളെ വിളിച്ചു, അതേ അടക്കം വന്നു, സംസാരിച്ചു. WCC ആളിനെ വിളിച്ചു, സംസാരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കേട്ടു. 1 മണിക്കൂറോ 2 മണിക്കൂറോ മണിക്കൂറിൽ സംസാരിച്ച് കേട്ടു. മിനിറ്റ്സാക്കി. എല്ലാ മിനിറ്റ്സിൻ്റെ രേഖകളും നമ്മളിലുണ്ട്. ഇന്ന കാര്യത്തിൽ ഞങ്ങളുടെ ഇന്ന കാര്യങ്ങൾ അഭിപ്രായമുണ്ട്. അതിനെല്ലാം പോസിറ്റീവായിട്ടാണ് ഈ സംഘടനകളെല്ലാം സമീപിച്ചിട്ടുള്ളത്. ഒരു സംഘടന പോലും ഇതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ആ കാര്യങ്ങൾ, ഈ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കാനുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞു. ആ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പോളിസി വേണം, ഒരു സിനിമാ നയം കൂടി വേണം. കാരണം
ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലുള്ള വിഷയങ്ങൾ മാത്രമല്ല മറ്റു കാര്യങ്ങൾ കൂടി ഈ മേഖലയിൽ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനാണ് കോൺക്ലേവ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോൺക്ലേവിൽ ഇതായിട്ടിപ്പം പിന്നെ അതേതാണ്ട് വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വാർത്ത കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഈ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കണ്ടേ? ഒരു ഗവൺമെൻറ് എന്തോ ചെയ്യേണ്ടത്? ഒരു ഇൻഡസ്ട്രി, 10,000-കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഇൻഡസ്ട്രി നശിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രി ആയിട്ട് ഈ ഗവൺമെൻറ് കാലത്ത് ഇൻഡസ്ട്രി മാറിയില്ലേ? ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയായി കേരളത്തിൽ മാറിയില്ലേ? ഈ കഴിഞ്ഞ വർഷം എത്ര സിനിമ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ സ്റ്റേറ്റാണ്. ഭൂരിപക്ഷം സിനിമ ലാഭകരമായിരുന്നു. നിങ്ങൾക്കിതൊന്നും പറയുന്ന ശബ്ദത്തിൽ കാണത്തില്ല. കാരണം നല്ല ഒരു കാര്യം ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ് കാലത്ത് 7 വർഷമായിട്ടോ 8 വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രി സംരക്ഷിക്കുന്നതോടൊപ്പം ആ ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളോ പ്രവണതകളോ ഉണ്ടെങ്കിൽ കർശനമായി നേരിടുമെന്ന് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണ്?